നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ ദളപതി വിജയ് സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുമ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപവും കോലവും ഒക്കെ കണ്ടിട്ട് സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ അധിക്ഷേപിച്ചിരുന്നു. വിജയുടെ അച്ഛൻ സിനിമാ മേഖലയിലായതുകൊണ്ടാണ് വിജയ് സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് വിജയ് ചെയ്തിട്ടുള്ള ഓരോ സിനിമകളും പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നീട് അദ്ദേഹം ദളപതി വിജയ് വരെ ആയി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുന്നത് ഏതാണ്ട് 2 കൊല്ലമേ ആവുന്നുള്ളൂ. ഈ TVK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിട്ട് സ്റ്റാലിൻ്റെ ഭരണത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹം മോശമായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എല്ലായിടത്തും ഒരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇപ്പം ദളപതി വിജയ് രാഷ്ട്രീയമുണ്ടാക്കിയ സമയത്തും സിനിമാ മേഖലയിലുള്ള പല ആളുകളും പറഞ്ഞു ഒരൊറ്റ സീറ്റിൽ പോലും വരില്ല, വിജയ് പോലും ജയിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. അന്നേരം എല്ലാം ഈ വിജയുടെ കൂടെ കൂടുന്ന ആളുകൾ അത് രസികർ അല്ലെങ്കിൽ വിജയുടെ സിനിമ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആരാധകർ മാത്രമാണ്, അല്ലാതെ ഇതൊന്നും വോട്ടായിട്ട് മാറത്തില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. വിജയുടെ അവസാനമായിട്ട് തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോയ ജനനായകൻ എന്ന സിനിമ അതുവരെ തടഞ്ഞു, ബ്ലോക്ക് ചെയ്തു. കാരണം ആ സിനിമ പറയുന്നതും വിജയുടെ പുതിയൊരു രാഷ്ട്രീയമാണ്. ഇനി വിജയ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ആ ഒരു സിനിമയിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഇലക്ഷന് മുമ്പ് തന്നെ ബ്രേക്ക് ചെയ്തു, പുറത്തിറക്കാതെ പല കളികളും കളിച്ചു. അപ്പോൾ ഇതിനകത്തൊക്കെ അമർഷം ഈ പറയുന്ന വിജയ് എന്ന നടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുണ്ട്. അപ്പം നമ്മുടെ ദളപതി വിജയ് തൂക്കിയെന്ന് പറഞ്ഞാൽ പോലെ അങ്ങോട്ട് കയറി അറുമാദിച്ചെന്ന് വേണം പറയാൻ. അമ്മാതിരി പെർഫോമൻസ് ആണ് വിജയ് കാഴ്ചവെച്ചത്. ഒരു ഓട്ടോറിക്ഷക്കാരനെ വരെ അദ്ദേഹം നിർത്തി വിജയിപ്പിച്ചു. ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് വിജയുടെ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് വിജയുടെ ഒരു മാസ് ഡയലോഗ് ഒന്ന് കേട്ട് നോക്കിയാലോ. A lion is always a lion. சிங்கம் தனியா வந்தாலும் தண்ணி காட்டிடும். இது சும்மா மொரட்டு கான்ஃபரன்ஸ்லாம் சொல்லல. உலகம் பூரா கடவுள் நமக்கு கொடுத்திருக்கிற கோடிக்கணக்கான நம்மளோட வகையறாக்கள் நம்மளோட இருக்கிற அந்த கான்ஃபரன்ஸ்ல நான் சொன்னேன். அதனால இந்த விஜய் ஒன்னு சொன்னானா அதுல இருந்து மாறவே மாட்டான். சும்மா இந்த ஸ்டாலின் சார் மாதிரி எல்லாம் அவன் கிடையாது. ஒரு பிரச்சனைனா விஜய் வெளியவே வரமாட்டாராம். இது யார் சொல்றா? இந்த மற்றும் பலர் கட்சியில ஒருத்தர் இருக்கிறார்ல, 10 தடவை தோத்து போனாரு, இன்னமும் திருந்தாத ஒருத்தர். அவரு சொல்றாரு, ஐயா அனுபவசாலி அவர்களே, உங்ககிட்ட ஒரே ஒரு கேள்வி ஒன்று கேட்குறேன். இந்த சேலத்துக்கு பக்கத்தில் இருக்கிற அந்த தொகுதியில் மட்டுமே போய் பதுங்கிக்காம தமிழ்நாட்டில் வேற ஏதாவது ஒரு தொகுதியில் நின்று உங்களால் ஜெயிச்சு காட்ட முடியுமா? சாரி முதல்ல நிற்க முடியுமா? முதல்ல அதை செஞ்சுட்டு அப்புறமா இந்த விஜயை பற்றி பேசுங்க பாஸ். சும்மா நசன்னு. സത്യം പറയാം, ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയധികം സീറ്റുകൾ തമിഴ്നാട്ടിൽ വിജയ് പിടിക്കുമെന്നും അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ മുതലമച്ചറായിട്ട് വിജയ് വരുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു വിജയുടെ ആ ഒരു എൻട്രി എന്നുള്ളത്. ഇനി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം മാറും, തമിഴ്നാട് സിനിമാ വ്യവസായങ്ങൾ മാറും, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നല്ല കാലം ഇനിയും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ വരട്ടെ. വിജയണ്ണൻ ഇനിയും സിനിമയിൽ അഭിനയിക്കണം, സിനിമ ചെയ്യണം. കാരണം നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്നാലും നിങ്ങളുടെ സിനിമകൾ കാണാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടൻ കൂടിയാണ് നമ്മുടെ വിജയ്. അപ്പോൾ വിജയുടെ സിനിമകൾ നമ്മൾ കാണണം. നല്ല രീതിയിൽ തമിഴ് ജനങ്ങളെ മുന്നോട്ട് നയിക്കാനും കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളൊരു കാര്യത്തിനുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വരട്ടെ. അപ്പോൾ വിജയണ്ണൻ്റെ പുതിയ സിനിമകളും ഇക്കൂട്ടത്തിൽ വരട്ടെ. അപ്പം മുതലമച്ചർ വിജയണ്ണന് നെഞ്ചിൽ തൊട്ട വാഴ്ത്തുക്കൾ.